പറ്റിയ മുത്തശ്ശി? ഒന്നും പിടിക്കടി. അയ്യോ എന്നെ അല്ല, കുഞ്ഞിനെ പിടിക്കടി. കരുണേ, പതുക്കെ പിടിക്കടി. മുത്തശ്ശി നീ വീഴാ. എടി എന്നെ പിടിക്കടി. അയ്യോ മുത്തശ്ശി, എന്റെ കാലൊടിഞ്ഞ്, നടുവൊടിഞ്ഞ്. അയ്യോ അയ്യോ എന്റെ നടു പോയേ. അയ്യോ മോളെ, മോക്ക് വല്ലതും പറ്റിയോ? അറിയില്ല മുത്തശ്ശി, വയറ് വേദനിക്കുന്നുണ്ട്. എന്റെ മോളെ, എന്റെ കുഞ്ഞിനെന്തേലും പറ്റിയോ എന്തോ. സാഗര വണ്ടി എടുക്ക. മോൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. വേണ്ടടി, നീ എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണ്ട. നിന്നെ കാഴ്ച കണ്ടതോടെ ഞാൻ കാല് വഴുക്കി വീണു. നീ മുത്തശ്ശിയല്ലേ കാഴ്ച കണ്ടത്? എടി എടി, ആ കാഴ്ചയുടെ ഫലം ഒക്കെ പോയടി നിന്നെ കണ്ടതോടെ. എനിക്ക് തീരെ വയ്യ മുത്തശ്ശി. മോളെ, ഒരു കാര്യം ചെയ്യാം. ഇനിയിപ്പൊ അമ്പലത്തിൽ തൊടാനൊന്നും നിൽക്കണ്ട. നമുക്ക് അടുത്ത ക്ലിനിക് ഉണ്ട്, അവിടെ പോയി ഡോക്ടറെ കാണാം. ആ പേഴ്സ് കിട്ടെടുത്തടി, ചെന്നെടുത്തോണ്ട് വാടി. അയ്യോ അയ്യോ, വാ വാ. ഇനി നീ പിടിക്കണ്ട, പറ പതുക്കെ. എന്റെ പൊന്നോളെ, വാ. എന്താ എന്താ പറ്റിയ? നീ പിടിക്കണ്ട പിടിക്കണ്ട, ഡോറ് തുറക്കടാ. പതുക്കെ കേറ്. വണ്ടി എടുക്കടാ. നോട്ടോണ്ടില്ലേ, വണ്ടി എടുക്കടാ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. അവരുടെ അഹങ്കാരത്തിന് ദൈവം അവർക്ക് ശിക്ഷ കൊടുത്തത്. അതിന് ചേച്ചി എന്തിനാ എങ്ങനെ സഹതപിക്കുന്നത്? അവൾ എത്ര അഹങ്കാരം കാണിച്ചാലും പറഞ്ഞാലും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ല. സാഗർ കേറ്. വാ മോളെ, ഇറങ്ങി വാ. വന്നേ പതുക്കെ. പതുക്കെ. എന്നാ പയ്യെ നടക്കും മോളെ, പയ്യെ. ഇതെന്തു പറ്റി? എന്തു പറ്റി? പോക്കെന്തേലും വയ്യാഴികയുണ്ടോ? എന്തു പറ്റി അമ്മേ? എന്റെ പൊന്ന് പ്രതാപ, ഒന്നും പറയണ്ടടാ. ഇന്ന് രാവിലെ ഇവിടെ കാഴ്ച കണ്ടപ്പോ നിന്റെ കൈ പൊള്ളിയില്ലേ? അതുപോലെ ഞങ്ങൾ അമ്പലത്തിൽ ചെന്നപ്പോ അവിടെ ഒരുത്തി ഉണ്ടായിരുന്നു. ഇവിടെ പുന്നാര മോള്. അവിടെ അമ്പലത്തിൽ ചെന്നങ്ങ് കേറിയതേ ഓർമ്മയുള്ളൂ. ദേ കാല് വഴുതി ഒറ്റ വീഴ്ച. പിടിക്കാൻ പോയ ഞാനും വീണു. അയ്യോ മോളെ, എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ? ഈ സമയത്ത് മോള് വീഴാൻ പാടില്ല. വയറ്റിനകത്തൊരു കുഞ്ഞുള്ളതല്ലേ. അങ്ങോട്ട് പോയിരിക്കുവാ മോളെ. മോളെ അതൊക്കെ ഇങ്ങോട്ടിരുന്നു. മോളെ മിണ്ടരുത്, അവിടെ ഒരു മോള്. നീ കൂടുതൽ സങ്കടമൊന്നും കാണിക്കണ്ട. നിനക്ക് ഈ കാഴ്ച സന്തോഷമാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. എന്നിട്ട് എന്താ അമ്മേ? എത്രയും പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോണ്ടേ? ഓ, കൊണ്ടുപോയിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നേ.
അവര് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞേ. മോളെ വേദന വല്ലതും ഉണ്ടോ? ഇല്ല അച്ഛാ. എന്തിനാണ് എന്റെ മോൾ അമ്പലത്തിൽ പോയപ്പോ തന്നെ അവളും കയറി വന്നേ? വിഷുവായിട്ട് മോളെ അമ്പലത്തിൽ പോകുന്ന പതിവുണ്ട്. മോളെ കാഴ്ച കണ്ടതുകൊണ്ടൊന്നുമല്ല ഇത് സംഭവിച്ചത്. പിന്നെ എന്തുകൊണ്ടാടി? നിന്റെ മോളെ കണ്ട ഉടനെ തന്നെ എന്റെ കുഞ്ഞ് വീണല്ലോ. ഇന്ന് 1-ാം തീയതി ആയിട്ട് മോള് കാഴ്ച കണ്ടത് അമ്മയുടെ മുഖമല്ലേ?